ഏവർക്കും നാട്ടുവാർത്തയുടെ അവിട്ടം ദിനാശംസകൾ. ഇന്ന് നാട്ടുവാർത്ത അവിട്ടം ദിനത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന അതിഥി മറ്റാരുമല്ല, നമ്മുടെ എല്ലാം നാട്ടിൻ പുറത്ത് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയങ്കരനായി മാറിയ എളിയ കലാകാരൻ, അലയമൺ ഗ്രാമപഞ്ചായത്തിലെ കൊച്ചു ഗ്രാമമായ ചണ്ണപ്പട്ടയിലെ പ്രിയപ്പെട്ട കലാകാരനാണ് മറ്റാരുമല്ല, ജിനേഷ് ചണ്ണപ്പേട്ട. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓണവിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഹായ് ചേട്ടാ. ഹായ്, നമസ്കാരം. ഓണാശംസകൾ. എന്താണ് ഓണമായിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് ഒക്കെയാണുള്ളത്? ഓണമായിട്ട് ഉത്രാടം മുതൽ ചതയം വരെ ബുക്കിംഗ് ആയിട്ടുണ്ട്. ഇന്നും ഉണ്ട് പ്രോഗ്രാം. അങ്ങനെ പോകുന്നു. അപ്പോ ഓണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഓണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓണത്തിന് 4 ദിവസം ഒന്നും പറയാൻ പറ്റത്തില്ല. ഓണാഘോഷം തുടങ്ങുമ്പോൾ തൊട്ട് ഒരു കലാകാരൻ എപ്പോഴും പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെയാണുള്ളത് അല്ലേ? അപ്പൊ ഈ കൊല്ലവും അത്തരത്തിലുള്ള ഒരു തിരക്കുണ്ടായിരുന്നു ചേട്ടന്? കുഴപ്പമില്ല. പിന്നെ ഈ മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചേട്ടന്റെ ഓണ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ പോകുന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോഴേ ചേട്ടാ, ആ പഴയ ഒരു കാലഘട്ടത്തിലെ ഓണവും ഇപ്പം വന്ന് നിൽക്കുന്ന ഒരു ഓണത്തിന്റെ ആ ഒരു ആഘോഷവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അത് ചേട്ടന് എങ്ങനെയൊക്കെ തോന്നുന്നു? അത് പഴയ കാലത്തെ ഓണമായിരുന്നു നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ ഓണം എന്ന് പറയുന്നത് അല്ലേ? കുട്ടിക്കാലത്ത് നമുക്ക് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഓണത്തിനൊക്കെ ആയിരിക്കും നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ കൂടുതലും കിട്ടാറുള്ളത്. ഇന്നെല്ലാം സ്കൂൾ തുറക്കുമ്പോഴൊക്കെ ഉള്ളൂ. ഇപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ഡ്രസ്സായാലും മേടിക്കാം, നല്ല ആഹാരങ്ങൾ കഴിക്കാം. അതുകൊണ്ടൊക്കെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് എന്നും സത്യം പറയാൻ ഓണം തന്നെയാണ്. ജിനേഷേട്ടൻ പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ്. ഇന്ന് എപ്പോഴും ഓണമാണല്ലോ. നമുക്ക് സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ആൾക്കാരുടെ കാഴ്ചപ്പാടുകളും ഒക്കെ മാറുമ്പോഴത്തേക്കിനും എന്നും ഓണം ആഘോഷിക്കുന്നവരും ഉണ്ട്. എല്ലാവർക്കും എന്നും ഓണം ആഘോഷിക്കാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഓണം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അല്ലേ? അപ്പൊ ഇപ്പൊ ചേട്ടൻ ഒരു കലാകാരനായതിനു ശേഷമാണ് ഓണം ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത്രത്തോളം തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു കലാകാരൻ എന്നുള്ള ഒരു ലേബലിലോട്ട് എത്തിപ്പെടാനായിട്ട് കുറേയൊക്കെ ത്യാഗമൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അതിൽ ഒരുപാടൊന്നും നമുക്ക് തെറ്റി പറയാൻ സമയമില്ല. എങ്കിലും ചുരുക്കം ചില വാക്കുകളിലൂടെ ആ ഒരു വന്ന വഴി ഒന്ന് പറയാമോ? ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞാൽ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ഈ ഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ട് ഗ്രൗണ്ടിന്റെ താഴാണ് വീട്. അന്നും സ്പോർട്സ് പരമായിട്ടുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. കലാകാരൻ എന്ന രീതിയിൽ സ്കൂളിലൊക്കെ പാട്ട് പാടുമെങ്കിലും മിമിക്രി എന്ന് പറയുന്ന സംഭവമായിട്ട് ഇറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഒരു 10, 15, 20 വയസ്സൊക്കെ ആയപ്പോഴാണ് ഈ മിമിക്രി ആയിട്ട് ഇറങ്ങുന്നത്. അതാവാൻ തന്നെ കാരണം സ്പോർട്സ് കൊണ്ട് നമുക്ക് ഒരു രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയപ്പം സ്വന്തമായിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, 10 പേര് അറിയണം എന്നൊക്കെ ഒരു തീരുമാനത്തിൽ ഈ ഒരു മേഖലയിലോട്ട് വന്നു. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ട സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടാണ്. കലാകാരൻ എന്നല്ല, ഏതൊരു മേഖലയിൽ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കുടുംബം തരുന്ന സപ്പോർട്ടാണ്. അപ്പൊ ചേട്ടൻ ഈ ഒരു കലാപരമായിട്ടുള്ള ഫീൽഡിലോട്ട് വന്നപ്പോൾ കുടുംബത്തിന്റെ ആ ഒരു സപ്പോർട്ട് എങ്ങനെയൊക്കെയായിരുന്നു? സപ്പോർട്ട് തുടക്കകാലത്തൊക്കെ ഈ പറയുന്ന കണക്ക് എനിക്കും സപ്പോർട്ട് കുറവായിരുന്നു. അത് കഴിഞ്ഞ് അത്യാവശ്യം നമ്മൾ പരിപാടിയൊക്കെ ചെയ്തു ഒരു വരുമാനമൊക്കെ ആയപ്പോഴത്തേന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. കാര്യം എന്തുകൊണ്ട് അവൻ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി. പിന്നീട് കുഴപ്പമില്ല. ഇപ്പം അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇപ്പൊ ജീവിച്ചു പോകുന്നത്. കുടുംബത്തിന്റെയൊക്കെ സപ്പോർട്ട് ഇപ്പോൾ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പൊ എന്നാ ഇനി നമുക്ക് നേരെ ഫാമിലിയിലോട്ട് പോകാം. കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? അപ്പൊ കുടുംബത്തിലെ മൊത്തത്തിലുള്ള വിശേഷങ്ങളൊന്നും പറ. വീട്ടില് അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട്, ചേട്ടൻ വേറെയാണ്, പിന്നെ ഭാര്യ, 2 കുട്ടികൾ. ഭാര്യയുടെ പേര് രാഗി, മകളുടെ പേര് അനുപമ, 5ൽ പഠിക്കുന്നു. മോൻ ആദിത്യൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഭാര്യയുടെ നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, പോകുന്നു. ചേട്ടാ, ഇപ്പം കോമഡി ഉത്സവം, കോമഡി മാസ്റ്റേഴ്സ് തുടങ്ങിയ മിനി സ്ക്രീൻ ഷോയിലൊക്കെ വളരെ സജീവ സാന്നിധ്യമായിട്ട് ചേട്ടൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മിനി സ്ക്രീനിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്ക്രീനിൽ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം വന്നത് ഏഷ്യാനെറ്റ് പ്ലസിൽ സാജു കൊടിയൻ ചേട്ടൻ അവതരിപ്പിച്ച ഒരു പ്രോഗ്രാമിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കോമഡി ഉത്സവത്തിൽ പോകുന്നത്. കോമഡി ഉത്സവത്തിന്റെ അത് ഞാൻ പോയപ്പോൾ എനിക്കറിയത്തില്ല ഇത്രയും വലിയ ഷോ ആയിരുന്നു. അത് ഭയങ്കര സംഭവമാണ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത. ഇപ്പോഴും ഒരുപാട് പേര് ആ ഒരു ഷോയുടെ കാര്യം പറയുന്നുണ്ട്.
ചേട്ടൻ ഇപ്പം മിനി സ്ക്രീനിൽ വന്ന അനുഭവം ചേട്ടൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ മിനി സ്ക്രീനിൽ വന്നതിനോടൊപ്പം തന്നെ ചേട്ടൻ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ടുള്ള ഒരു വഴിത്തിരിവ് എങ്ങനെയായിരുന്നു? സിനിമ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ടർ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു വിജേഷ് വിജയൻ. അത് ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് എൻ്റെ സീൻ ഷൂട്ട് ചെയ്തത്. അതും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ സ്വന്തം നാട്ടില് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത്. അങ്ങനെ അപ്പൊ എല്ലാം നല്ല എനിക്ക് തോന്നുന്നു ജിനീഷ് ചേട്ടൻ ആദ്യം തൊട്ട് ഓരോ അനുഭവം പറയുമ്പോഴും ഈ ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അപ്പം ഒരു പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ ഈ ഗ്രൗണ്ടിനെ വിശേഷിപ്പിക്കാവൂ. തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാം അല്ലേ? ആദ്യം തുടക്കകാലത്തൊക്കെ ഞാൻ ജിനേഷ് അഞ്ചൽ എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോഴും നമുക്ക് എന്തായാലും നമ്മുടെ നാടും കൂടെ അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെണ്ണപ്പട്ടയെന്ന് ചേർത്തയാണ്. എവിടെ പോയാലും അത് നല്ല രീതിക്ക്. ചേട്ടൻ സിനിമയിൽ അഭിനയിച്ച കാര്യം പറഞ്ഞു. അപ്പൊ ഏത് സിനിമയാണ്, ആരുടെ ഒപ്പമാണ് ഒരു സിനിമയിൽ ചേട്ടന്റെ ഒരു പങ്കാളിത്തം കൊണ്ടുവന്നത്? ഞാൻ ആദ്യമായിട്ട് സിനിമ അഭിനയിച്ചത് വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറയുന്ന സിനിമയാണ്. വിജയൻ നായകൻ. എൻ്റെ അടുത്ത സുഹൃത്തായ മിമിക്രി കലാകാരനായിരുന്നു വിജേഷ് വിജയൻ. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. അതും ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് എൻ്റെ ഷൂട്ട് നടന്നത്. അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഉണ്ട്. ചേട്ടൻ ഒരു മിമിക്രി കലാകാരനായിട്ടാണ് എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കലാകാരന് ഒരുപാട് നല്ല ഓർമ്മകളും ഉണ്ടാവും. അപ്പൊ അതിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ നമ്മളൊന്ന് പങ്കുവെക്കാമോ? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് നൈറ്റിൽ ഫിറോസ് ഖാൻ സാറിന്റെ ഫിഗർ ചെയ്യാൻ പറ്റി. ഞങ്ങളൊരു 5 ഫിഗർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം വരുന്ന വേദിയും കൂടെ ആയിരുന്നു. അപ്പോഴ് പുള്ളി ഫ്ലോറിലോട്ട് കയറുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ റിഹേഴ്സൽ ചെയ്തായിരുന്നു. ഞാൻ ഇങ്ങനെ കാണിക്കുന്ന സംഭവം അപ്പോഴാണ് പുള്ളി ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോഴാണ് ഇങ്ങനെ തന്നെ കാണിക്കണം കേട്ടോ. അത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര അനുഭവമാണ്. പക്ഷെ ഒരുമിച്ച് ഫോട്ടോ ഒന്നും എടുക്കാനുള്ള അവസരമൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്തായാലും ആ ഒരു അനുഗ്രഹം ഉണ്ടായി. ചേട്ടനെ ഇപ്പൊ ഒരു മിമിക്രി കലാകാരൻ എന്നുള്ള രീതിയിലാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പൊ മിമിക്രിയിൽ തന്നെ 1 മാൻ ഷോ ഉണ്ട്, സ്കിറ്റ് ഉണ്ട്, പിന്നെ അതുപോലുള്ള കോമഡി പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇതില് ഏതാണ് ചേട്ടൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? ഏതാണ്? ഞാൻ ശബ്ദാനുകരണമാണ് മെയിനായിട്ട് ചെയ്ത് ഈ മേഖലയിൽ വന്നെങ്കിലും ഇപ്പോൾ ഫിഗർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് കൂടുതലും പേര് എന്നെ അറിയപ്പെടുന്നത്. പിന്നെ ഫിഗർ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ കൂടുതലും ശബ്ദം അനുകരിക്കാറില്ല. ഞാനിത് രണ്ടും ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി. അങ്ങനെ ഒരുപാട് വേദികൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഫിഗർ ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സാധാരണ ഫിഗർ ചെയ്യുന്നവരാരും സൗണ്ട് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ഇത് രണ്ടും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോ ഓണക്കാലത്ത് എപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരൊറ്റ പേരെന്ന് പറയുന്നത്, അതായത് മിമിക്രി ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്, നമ്മളെപ്പോഴും ഇനി എത്ര കാലഘട്ടം കഴിഞ്ഞാലും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പേരാണ് നമ്മുടെ പ്രിയങ്കരനായ മണിച്ചേട്ടൻ. അപ്പോ മണിച്ചേട്ടന്റെ ഒരു ഫിഗർ, അതല്ലെന്നുണ്ടെങ്കിൽ മണിച്ചേട്ടന്റെ ഒരു 2 വരി പാട്ട്. മണിച്ചേട്ടന്റെ ഫിഗർ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ പാട്ട് പാടുമ്പോൾ അതേ സൗണ്ടിൽ പാടിയില്ലെങ്കിൽ ജനം എടുക്കത്തില്ല. അതുകൊണ്ട് പാട്ട് ഞാൻ പാടാറില്ല. അത് ഫിഗർ ഷോയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ പാടുന്നുണ്ട്. മണിച്ചേട്ടന്റെ പാട്ടാലും എന്റെ സൗണ്ടിലാണ് ഞാൻ പാടുന്നത്. ശ്രമിക്കാം. അപ്പോ എന്ത് തന്നെ ആയാലും ശരി, നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ മണിച്ചേട്ടൻ ഇല്ലാതെ എന്ത് ഓണമായിരുന്നു അല്ലെ മലയാളികൾക്ക്. അപ്പൊ ഇനി മണിച്ചേട്ടൻ നമ്മളിൽ നിന്ന് ശരീരം മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ. മണിച്ചേട്ടന്റെ ആത്മാവ് ഇപ്പോഴും എല്ലാ കലാകാരന്മാരുടെയും ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജിനേഷ് ചേട്ടൻ നമ്മുടെ മണിച്ചേട്ടന്റെ വോയിസ് ഒന്ന് നമുക്ക് വേണ്ടി അനുകരിക്കുന്നത്. അപ്പൊ ചേട്ടാ, നമുക്ക് വോയിസ് കേട്ടാലോ? തീർച്ചയായിട്ടും. നിങ്ങൾ ഇപ്പൊ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മയും ശത്രുവൊക്കെ ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാരുള്ള നമ്മുടെ നാട്ടില് അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? CI മോഹൻദാസ് എന്റെ മെക്കിട്ട് കയറിയതിനാ അവനെ ഞാൻ കൊന്നത്. അതിന് താനും കൂടി സാക്ഷി പറയാൻ പോയാൽ ആദ്യം കൊല്ലുക തന്നെയായിരിക്കും. തന്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. ചേട്ടാ, എന്തായാലും നന്നായിട്ടുണ്ട്. എന്തായാലും നമ്മള് ആവശ്യപ്പെട്ടപ്പോൾ ചേട്ടൻ മറ്റൊന്നും നോക്കാതെ ചേട്ടൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ അതൊന്ന് അനുകരിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മലയാളികൾക്ക് ഓണക്കാലം ആയിക്കഴിഞ്ഞാൽ, ഓണക്കാലം എന്നുള്ള ഒരു ആഘോഷം വന്നു കഴിഞ്ഞാൽ മണിച്ചേട്ടൻ ഇല്ലാതെ എന്ത് ആഘോഷം, അങ്ങനെയായിരുന്നു നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നത്. അപ്പൊ ചേട്ടാ, ഇനി ചില സ്റ്റേജ് ഷോസിൽ ചേട്ടൻ്റെതായിട്ടുള്ള ചില ആൾക്കാരെ ചേട്ടൻ എന്ത് ചെയ്യാറുണ്ട്, അനുകരിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ചേട്ടന് അത്രത്തോളം ഇഷ്ടമുള്ള കുറച്ച് കലാകാരന്മാരെ ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് അനുകരിക്കാമോ? ഓക്കെ. ആദ്യമായിട്ട് നമ്മുടെ കുതിരവട്ടം പപ്പുച്ചേട്ടന്റെ വോയിസ് ആണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി. വാര്യമ്പള്ളിയില് മീനാക്ഷില്ലയോ എന്താ മോളെ സ്കൂട്ടറില് ദാസപ്പോ എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിൽ
എന്തെങ്കിലും പന്തി ഉണ്ടോന്നു ഒന്ന് നോക്കിക്കേ. ഉം, ഉം, ഉം. അടുത്തത് നാരായണൻകുട്ടി, കലാഭവൻ നാരായണൻകുട്ടി. മിസ് സംഗീതറാണി അവതരിപ്പിക്കുന്ന ഗാനമേള ആരംഭിക്കായി. കുറച്ച് എക്കോട്ടെ. ഓ, എക്കോ വേണ്ട, എക്കോ വേണ്ട. വെള്ളം കുടിക്കണമെന്നുണ്ട്, പക്ഷേ വാ പൊളിക്കാൻ പറ്റണില്ല. ഹാവ്. അടുത്തത് കുടുംബ സദസ്സിന്റെ ഇഷ്ടനായകൻ ശ്രീ ജയറാം. ജയറാമേട്ടന്റെ ഒരു സെന്റി ഡയലോഗാണ്. എന്റെ ആഗ്രഹം ഉള്ളിൽ മാത്രം ഒതുക്കിയത് തെറ്റ്. പറയാനിട്ട് ധൈര്യം ഉണ്ടായില്ല. ഇപ്പൊ ബോധ്യായി എല്ലാം എന്റെ അത്യാഗ്രഹമായിരുന്നു എന്ന്. ഞാൻ കാരണം അമ്പിളിയുടെ ഭാവി നശിക്കരുത്. അമ്പിളിക്ക് ഡോക്ടർ രാജീവൻ തന്നെ ചോദിച്ചത്. അടുത്തതായി NN പിള്ള. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? പറയടോ, പറയടോ വക്കീലേ. എന്റെ ഭാര്യ, എന്റെ ലക്ഷ്മി, എന്റെ കൈവെള്ളയിൽ കിടന്ന പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചത്, അത് ഞാൻ മറക്കണോ? പറയടോ, പറയുന്നു. അടുത്തതായിട്ട് വിനയ് ഫോർട്ട്. ഷാലിനിക്കറിയോ, പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തരം പറിച്ചു നടിയില്ല, ഒരു പരിചയമില്ലാത്ത, അല്ലെങ്കിൽ ഇന്നലെ പരിചയപ്പെട്ട ഷാലിനി എന്റെ വീട്ടിലേക്കല്ല കെട്ടിച്ചയച്ചു. സമ്മതിക്കണം, നിങ്ങൾ സ്ത്രീകൾ സമ്മതിക്കണം. അടുത്തായിട്ട് സുരേഷ് ഗോപി. അദ്ദേഹം 2020 എന്ന് പറയുന്ന സിനിമയിൽ ഒരു വെള്ളം അടിച്ചൊരു സീൻ ചെയ്തായിരുന്നു. ഞങ്ങളെ പോലെയുള്ള പാവം പോലീസുകാര് കുറ്റവാളികളെ പിടിച്ച് നീതിപീഠത്തിന്റെ മുന്നിൽ നിർത്തുമ്പോ ഒന്നലക്കിയിട്ട് മാസങ്ങളായിട്ടുള്ള കറുത്ത ഗൗണമിട്ട് വവ്വാലുകളെ പോലെ ഘോരഘോരം ബാധിക്കുമ്പം ഓർക്കണം വക്കീൽ സാർ, കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന്. ദിനേശ് ചേട്ടാ എന്തായാലും നമുക്ക് വേണ്ടി കുറച്ച് കലാകാരന്മാരെ ഇവിടെ നമുക്ക് അനുകരിച്ച് കാണിക്കുന്നു ചേട്ടാ. അപ്പൊ നമുക്ക് വേണ്ടി ഒരു രണ്ടുപേരും പാട്ടായാലോ? ഇനി ഓണപ്പാട്ടോ അല്ലെങ്കിൽ നാടൻ പാട്ടോ ഏതാണ് ചേട്ടന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്? ഒരു പാട്ട് പാടാൻ ശ്രമിക്കാം. താരകപ്പെണ്ണാളെ എന്നുള്ള പാട്ട് ഒന്ന് ശ്രമിക്കാം. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിയിടും മുന്നേ കരിങ്കാരൻ കോര പറിച്ചാട്ടേ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിയിടും മുന്നേ കരിങ്കാരൻ കോര പറിച്ചാട്ടെ. തകതകത്താത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താര താത്തിനന്തകത്തെയ്താര തകതിനന്തകത്തെയ്താര താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താര. ചേട്ടാ മണിച്ചേട്ടന്റെ കൂടെ ഒരു രണ്ടുപേരി പാട്ട് പാടി തരണം. മണിച്ചേട്ടന്റെ പാട്ടോടെ എന്റെ സൗണ്ടാണ്. മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാ മിനുങ്ങേ. നമ്മുടെ നാട്ടുവാർത്തയുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഈ ഓണക്കാലത്ത് നാട്ടുവാർത്ത എന്ന് പറയുന്ന ഈ ചാനൽ ഈ എളിയ കലാകാരൻ എന്നെ തേടി വന്നതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഏറ്റവും നല്ല ഒരു അംഗീകാരമായിട്ട് ഇത് കാണുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആശംസകൾ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. നാട്ടുവാർത്തയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരും കണ്ടത് നമ്മുടെ ജിനേഷ് എന്ന കൊച്ചു കലാകാരന്റെ ഓണവിശേഷങ്ങളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുന്നു. താങ്ക് യു.